നമസ്കാരം സുഹൃത്തുക്കളെ, എം ഹബീബിമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ കിണറിനോട് ചേർന്നിട്ട് ഒരു പഴയൊരു മോട്ടർ ഷെഡ് ഉണ്ട്. നമ്മൾ പണ്ട് കിണറിൽ റിങ് ഇറക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ആ മോട്ടർ ഷെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ താഴേക്ക്, അതായത് ഭൂമി നിരപ്പിന് താഴേക്ക് ആണ് പണിതിരുന്നത്. ആണല്ലോ അല്ലേ? ഇന്ന് നമ്മളത് പൊളിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡെപ്ത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ആ ടാങ്ക് ഉണ്ടാക്കുന്നത്. പറ്റുമെങ്കിൽ ഒന്നുകൂടി താത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഹിറ്റാച്ചി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നമ്മളൊരു പഴയ കെട്ടുണ്ടല്ലോ, കെട്ടുകൊണ്ടുള്ള കെട്ടാണ് ഇതിന് ചുറ്റും. അപ്പോൾ അതൊക്കെ മുഴുവൻ പൊളിച്ച് മാറ്റിയതിന് ശേഷം ഹിറ്റാച്ചി വെച്ചിട്ട് വീണ്ടും താത്തി, അതായത് കുറച്ചുകൂടി വീതി കൂട്ടുകയാണ് നമ്മൾ. ഇതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചുകൂടി വീതി എടുത്തിട്ട് ഇതൊരു ചെറിയൊരു വാട്ടർ ടാങ്ക് ആക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോകൾ തുടർന്ന് കാണാം. ഈ കാണുന്ന ഭൂനിരപ്പിലാണ്. അതിനുശേഷം ദൈവം വന്ന് നേരെ താഴെയാണ് മോട്ടോർ ഷെഡ് ഇരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ചെറിയ മോട്ടറിന് വേണ്ടിയിട്ടാണ് ഈ മോട്ടോർ ഷെഡ് വെച്ചിരുന്നത്. മാത്രമല്ല, പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മോട്ടറായിരുന്നു. അന്നത്തെ ഒരു മോട്ടറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വലിയ ഷെഡ് ഉണ്ടാക്കി വന്നത്. ഇന്നതൊക്കെ പോയിട്ട് തീരെ കുഞ്ഞ മോട്ടറുകളായിട്ട് മാറിയല്ലോ. ഇനി ഇങ്ങനെ ഒരു മോട്ടോർ ഷെഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മോട്ടോർ ഷെഡിൻ്റെ സൈഡൊക്കെ സൈഡെന്നല്ല, ഫുൾ വാള് പൊളിച്ചെടുക്കുകയാണ്. അതാണ് കാണുന്നത്. പണ്ടത്തെ കെട്ടല്ലേ, അത് മുഴുവൻ ചെളിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് വെട്ടുകല്ല് ചെളിയിൽ പാക്ക് ചെയ്തിട്ടാണ് ഈ മോട്ടോർ ഷെഡ് പണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളത് മൊത്തം പൊളിച്ച് മാറ്റണം. എൻ്റെ താഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുകല്ല് കാര്യങ്ങൾ, കാടക്കൻ അല്ല, എന്താ പറയുക, മട്ടിക്കല്ല് വെച്ചാണ് ഇതൊക്കെ അടി മുഴുവൻ ഫൗണ്ടേഷൻ ആക്കിയത്. കാണലല്ലേ? ഇനി ഇത് നമ്മൾ ബ്രിക്സ് വെച്ചിട്ട് കെട്ടിപ്പൊക്കും. അതിൻ്റെ മുകളിലുണ്ടായിരുന്ന റൂഫും കാര്യങ്ങളൊക്കെ പൊളിച്ചത്, മരങ്ങളൊക്കെ ഇവിടെ മാറ്റി വെച്ചു. ഇത് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാറ്റി വെച്ചേക്കാണ്. ഇനി നമുക്ക് എക്സ്കവേഷൻ്റെ സമയമായിരിക്കണം. എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കൺസ്ട്രക്ഷനിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ ആ പഴയ മോട്ടോർ ഷെഡിലെ മോട്ടർ കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റാണ്. അതാണ് ഈ കാണുന്നത്. അതുപോലെ കിണറിൻ്റെ സൈഡ് നമ്മൾ പൊളിക്കുകയാണ്, പുതിയ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. ഇനി ഇത് നമ്മൾ മെയ്സൺ വെച്ചിട്ട് വെച്ചൊക്കെ ഭംഗിയാക്കും. അങ്ങനെ നമ്മൾ ഷെഡൊക്കെ പൊളിച്ച് ഈ പരുവത്തിനാക്കിട്ടോ. ഇനി മോട്ടോർ ഷെഡ് നാമാവശേഷമായിരിക്കുകയാണ്. താഴെയുള്ള കുറച്ച് കരിങ്കല്ലിൻ്റെ കെട്ട് മാത്രമേ ഉള്ളൂ. ഇതോ ഇനി നമ്മളുടെ കല്ല് കാര്യങ്ങളൊക്കെ മണ്ണൊക്കെ എടുത്ത് മാറ്റാനായിട്ട് ഹിറ്റാച്ചി എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പണിയാണ് നാളെ മുഴുവൻ. അങ്ങനെ മണ്ണെടുക്കൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ചെറിയൊരു മോട്ടോർ ഷെഡ് ഇന്ന് മണ്ണെടുത്തപ്പോൾ എത്രയാണ് നോക്കി. ഇനിയും ഒരുപാട് എടുക്കാനുണ്ട്, എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആകെ കൺജസ്റ്റഡ് ആണ്. അധികം ഇപ്പോഴത്തെ മാവ് നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഈ കിണർ നിൽക്കുന്നു, അതിനിടയിൽ വന്നിട്ട് വേണം അവർക്ക് പണിയാനായിട്ട്. എന്നാലും സ്കിൽഡായിട്ട് ഉള്ള ഒരു ഓപ്പറേറ്ററാണ് കിട്ടിയേക്കണേ. അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഡെപ്ത് ഏകദേശം ഒരു 8 ഫീറ്റ് 8 അടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും വെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. വർക്ക് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്.
നമ്മുടെ വാട്ടർ ടാങ്കിന് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ, അതായത് ബ്രിക്സ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ടീം നമ്മുടെ വീടിൻ്റെ മുൻവശത്ത്, അതായത് ഈ ടാങ്കിനോട് ഏറ്റവും അടുത്ത് തന്നെ കൊണ്ടുവന്ന് മെറ്റീരിയൽ ഇറക്കി തന്നു എന്നാണ് മറ്റൊരു പ്രത്യേകത. അതിപ്പോൾ ബ്രിക്സ് ആണെങ്കിലും എംസാൻഡ് ആണെങ്കിലും പ്ലാസ്റ്ററിങ്ങിലുള്ള മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം വളരെ വേഗത്തിൽ തന്നെ നമുക്ക് നമ്മളുടെ സൈറ്റിലേക്ക് എത്തിച്ചു തന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വാട്ടർ ടാങ്കിന് വേണ്ടിയിട്ടുള്ള എക്സ്കവേഷൻ ഏകദേശം പൂർണ്ണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു അരമണിക്കൂറോട് കൂടിയിട്ട് നമ്മുടെ പരിപാടികളൊക്കെ തീരുന്നതായിരിക്കും. അത്യാവശ്യം നല്ല ഭംഗി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് വർക്ക്. ഈ ദിവസം നമ്മൾ JCB കാര്യങ്ങൾ വന്നിരുന്നു. അതിനുശേഷം മണ്ണൊക്കെ എടുത്ത് മാറ്റി. ഇന്നിപ്പോൾ ഇവിടെ അതായത് കട്ടിങ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് കോൺക്രീറ്റിങ്ങും പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നു. അതിനൊപ്പം തന്നെ അതിൻ്റെ കോർണേഴ്സ് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോൺക്രീറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളങ്ങനെ വാട്ടർ ടാങ്കിൻ്റെ വർക്കിനൊപ്പം തന്നെ നമ്മളുടെ ആ പഴയ കിണറിൻ്റെ ടോപ്പെല്ലാം കോൺക്രീറ്റ് ചെയ്യുന്നു. പിന്നെ അതിന് ഈ കിണറിൻ്റെ സൈഡിലെല്ലാം തേക്കിലും എല്ലാ പരിപാടിയും ഇതിനോടൊപ്പം തന്നെ നമ്മൾ തീർക്കുകയാണ്. അപ്പോൾ നമ്മൾ നാളെ നമ്മളുടെ വാട്ടർ ടാങ്ക് ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് കുറച്ച് നമുക്ക് വയറിങ്ങും അതുപോലെ കുറച്ച് എന്താ പറയുക പ്ലംബിങ് വർക്ക് കൂടി ഉണ്ട്. അത് നാളെ കാലത്ത് തന്നെ വന്നിട്ട് നമ്മുടെ പൊളിച്ചെട്ടും ടീമൊക്കെ വന്നിട്ട് ചെയ്യും. അതിന് ശേഷം നമ്മൾ കോൺക്രീറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മളങ്ങനെ കിണറിൻ്റെ ഒരു കെട്ട് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ലെവല് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിൻ്റെ പുറത്തൊരു കോൺക്രീറ്റിൻ്റെ ഒരു ലെയർ വരും. അതിനുശേഷം നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ ഒരു കെട്ടുകൂടി വരും. ഗൈസ്, അങ്ങനെ നമ്മൾ കിണറിന് ചുറ്റുള്ള കെട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് ഇനി ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ടോപ്പിൽ നമ്മൾ അതായത് വെള്ളം ഡ്രെയിൻ ചെയ്യാനുള്ള ഡ്രെയിനേജിൻ്റെ ലൈനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു 4 ഇഞ്ച് പൈപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ താഴ്ന്ന് അതായത് ഫുട്ബോളും കാര്യങ്ങളിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്യാനുള്ള പണിയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ കോൺക്രീറ്റിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാണാനോ അല്ലേ, താഴെ കോൺക്രീറ്റിങ് കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാണ്ട് കോൺക്രീറ്റിങ് കാര്യങ്ങളൊക്കെ തീരുന്ന നമുക്ക് വിശ്വസിക്കാം. അതിനുശേഷം ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ലെവലിൽ ഫിക്സ് ചെയ്ത ശേഷം അവർ കോൺക്രീറ്റിങ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ വാട്ടർ ടാങ്കിൻ്റെ സൈഡ് കിണറാണ് ഉള്ളത്. അപ്പോൾ ആ കിണറിൻ്റെ അവിടേക്ക് ലോഡ് വരാതിരിക്കാൻ നമ്മൾ ആ സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വയർ മെഷീൻ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ഇതേ ബ്ലോക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. വർക്ക് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ ഈ വാട്ടർ ടാങ്കിൻ്റെ വർക്കൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വർക്കുകൾ ഏകദേശമൊക്കെ അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് വർക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തീർന്നു. അതിനുശേഷം ബാക്കിയുള്ള കോൺക്രീറ്റിങ്ങും തീർന്നു. അതിനുശേഷം പ്ലാസ്റ്ററിങ് വർക്കൊക്കെ വളരെ പെട്ടെന്നാണ് തീർന്നത്. അതിനോടൊപ്പം നമ്മുടെ കിണറിൻ്റെ പ്ലാസ്റ്ററിങ് വർക്ക്സും തീർന്നു. ഇനി നമുക്ക് വരുന്നത് ഇതിൻ്റെ ടൈലിംഗ് വർക്കും ലൈറ്റിംഗ് വർക്കും പിന്നെ ലാഡറിൻ്റെ വർക്കൊക്കെയാണ്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, മറ്റൊരു വീഡിയോയുമായി വരും വരെ ദിസ് ഇസ് റേഗൻ മാത്യു സൈനിങ് ഓഫ്. മാസ്സലാമ.